ആൻഡ് സുനിൽ പേട്ട ഞാൻ എഴുതിയ കൈലാസ യാത്രാ വിവരണമാണ് ദേവഭൂമിയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് എന്നുള്ള ഈ പുസ്തകം. ദർശൻ രാവിലെ ഹോട്ടലിൽ പ്രഭാത ഭക്ഷണത്തിനും സ്ഥിരമായിട്ടുള്ള ഭജനയ്ക്കും പൂജാകാര്യങ്ങൾക്കും ശേഷം 9 മണിക്ക് തന്നെ എല്ലാവരും യാത്രയ്ക്കായി തയ്യാറായി. കൈലാസ് മാനസ സരോവർ ദർശനത്തിനായുള്ള യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. 2 ബസ്സുകളിലായി യാത്ര ആരംഭിച്ചു. ഇത് ഏകദേശം 6 മാസത്തോളം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ പല പ്രഭാഷണങ്ങളുമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ആൾക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് യാത്ര പോയതിൻ്റെ അതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ പുസ്തകമാണ്. പുതിയതായിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയത്തിനും ഇടവരാതെ യാത്ര തുടരാൻ സാധിക്കത്തക്ക രീതിയിൽ തയ്യാറാക്കിയ പുസ്തകമാണ് ഇത്. പേപ്പർ പബ്ലിക്കിലേക്ക് എത്തുന്നത് 500 രൂപ എന്ന നിങ്ങൾക്ക് ലളിതമായ ഒരു വചനം പഠിപ്പിക്കാത്ത യാത്രകൾ ബാക്കി നിങ്ങൾ നടത്തുന്ന ഇത് ഒരു സ്പിരിച്വൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായിട്ട് മാറും. മറ്റൊന്ന് ഈ ഗ്ലോബൽ വിനോദത്തിന് വേണ്ടി സെൻറ്ററിലോട്ട് കാണുന്നില്ല. ഇങ്ങോട്ട് കയറി ബാക്കിലേക്ക് നല്ലൊരു ഇങ്ങോട്ട് കയറി. പ്രിയപ്പെട്ട ചടങ്ങിലേക്ക് എത്തപ്പെട്ട ഒരാളാണ് ഞാനെന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ എൻ്റെ PhD ആയി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്നതാണ്. ഇന്നലെയാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ചടങ്ങ് ഉണ്ട്, നമ്മുടെ പുസ്തകം പ്രകാശിപ്പിക്കുന്നു. ശരിക്കും വേറെ അർത്ഥം സ്നേഹം കൊണ്ട് വന്നവരായിരിക്കും. സുഹൃത്തെന്ന് പറയുമ്പോൾ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. സത്യം പറഞ്ഞാൽ അതിനുശേഷം ഇന്നാണ് ആദ്യമായി കാണുന്നത്. 30 ആയിരിക്കില്ല, ചിലപ്പോൾ 25 വർഷമായിരിക്കും ആദ്യമായി കാണുന്നത്. നന്ദിയും എൻ്റെ ഭാഗത്തുനിന്ന്, കാരണം എന്നെ ഒന്ന് അംഗീകരിച്ചല്ലോ. കൂടെ ജോലി ചെയ്തു എന്ന് മാത്രമുള്ള ഒരു തെറ്റായിരുന്നുവെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര് കൂടെ ജോലി ചെയ്തവർ. എന്തൊക്കെയൊക്കെ പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണെങ്കിൽ അത് ഒരു വഴിയില്ല. എന്തായാലും ഒരു പ്രാസംഗികനായിട്ടല്ല എന്നെ തിരഞ്ഞെടുപ്പിക്കുന്നത് എനിക്കറിയാം. കാരണം പ്രാസംഗികനല്ല, പ്രത്യേക അഭിനന്ദനം. എന്തിന് യാത്ര ചെയ്യണം, എന്തിന് പോകണം, എന്തിന് സ്വാമികൾ തുടങ്ങാമായിരുന്നു. നമ്മളൊക്കെ പോയി യാത്രയൊക്കെ പോയി വരുന്ന നിർബന്ധത്തിന് വഴിക്കാണ് ഞാൻ ഈ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്താൻ സംബന്ധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പാമരനായ വായനക്കാരൻ്റെ വീക്ഷണത്തിലായിരിക്കും ഞാൻ ഈ കാര്യം പരിചയപ്പെടുത്തുന്നത് എന്ന് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പറയുകയാണ്. പിന്നെ തിരുമ്പ് സംസാരിച്ച ശ്രീ ഹരികുമാർ സാർ സ്വാഗത പ്രസംഗിക്കാനൊക്കെ പറഞ്ഞ് ഏതാണ്ട് പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയായി കാണും. പരിചയപ്പെടുത്തൽ ആൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഔപചാരികമായ പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ ചടങ്ങ് മാത്രമേ ഇത് നിർവഹിക്കാനുള്ളൂ. നിയോഗം പോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ശ്രീ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് പോലുള്ള അസുഖത്തിൽ നിന്ന് അടുത്ത ഗുഞ്ചി എന്ന സ്ഥലത്തേക്കാണ്. പേരാണ് എൻ്റെ പേര്. ഇന്നത്തെ ഡേറ്റ് വെച്ചോളാം, 19/4.